CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വിവാഹ വീട്ടിൽ മാലബൾബ് കെട്ടുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തിരുമിറ്റക്കോട് കളത്തിരായിൽപ്പടി വേലായുധന്റെയും പത്മിനിയുടെയും മകൻ വിപിൻ ആണ് മരിച്ചത്. 30 വയസ്സാണ്. വിത സാഹിത്യോത്സവത്തിന് സമാപനമായി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കാവ്യശിഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് യൂണിയന്റെയും കൾച്ചറൽ ആൻഡ് ലിറ്റററി ക്ലബിന്റെയും സഹകരണത്തോടെ നടന്നുവന്നിരുന്ന വിത സാഹിത്യോത്സവം സമാപിച്ചു. SFI വടക്കാഞ്ചേരി ഏരിയ സമ്മേളന ലോഗോ പ്രകാശനം MLA സേവ്യർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ശതാബ്ദിയോടനുബന്ധിച്ച് കേശദാനം സംഘടിപ്പിച്ചു. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി അമല ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചടങ്ങിൽ കൂനമുച്ചി ഇടവകാംഗങ്ങളായ 100ഓളം പേർ കേശദാനം നടത്തി. എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ ആവശ്യപ്പെട്ടു. 2 മാസമായി ഡോക്ടർ ഇല്ലാത്തതിനാൽ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സ നിർത്തിവച്ചിരിക്കുകയാണ്. വടക്കേക്കാട് തിരുവള്ളയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തി. സാഹചര്യങ്ങളോട് പടവെട്ടി അതിജീവന പാതയിൽ മുന്നേറുകയാണ് ചാവക്കാട് ഇരട്ടപ്പുഴ സ്വദേശി കുഞ്ഞിത്തപ്പൻ വീട്ടിൽ സുരേഷ് ബാബു. തന്റെ മുച്ചക്ര സൈക്കിളിൽ സോളാർ ഘടിപ്പിച്ചാണ് സുരേഷ് ഉപജീവനമാർഗമായ ലോട്ടറി കച്ചവടം നടത്തുന്നത്. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന CSA 2ാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇസ ഗോൾഡ് ബോയ്സ് പെരുമ്പാവൂർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ആഘോഷമായി നഴ്സസ് ഡേ. വിവിധ പരിപാടികളോടെയാണ് നഴ്സസ് ഡേ ആഘോഷിച്ചത്. അക്കിക്കാവ് അഗതിയൂർ ചേന്നപുരം ക്ഷേത്രത്തിൽ 7 ദിവസമായി നടന്നുവന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പ്രതിഷ്ഠാദിന മഹോത്സവവും സമാപിച്ചു. മാർച്ച് 12 ലോക മാതൃദിനം. ലോകത്തെങ്ങുമുള്ള സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായ അമ്മമാർക്കു വേണ്ടിയാണ് അന്താരാഷ്ട്ര മാതൃദിനം ആഘോഷിക്കുന്നത്. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 14ാം വാർഡ് കാഞ്ഞിരത്തിങ്കലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ മരച്ചീനി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തളി ANMM UP സ്കൂളിലെ 1994-95 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സ്കൂളിനായി ഊഞ്ഞാൽ സമർപ്പിച്ചു. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം മാർ ഗ്രിഗോറിയോസ് റോഡ് റീടാറിംഗ് നടത്തണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാന നിർമ്മിക്കണമെന്നും BJP പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. 3/4 ലക്ഷം രൂപയോളം വിലയിൽ ലേലത്തിൽ വിറ്റുപോയിരിക്കുകയാണ് ഒരു വരിക്കച്ചക്ക. നമ്മൾ ചാവക്കാട്ടുകാർ ഒമാൻ ചാപ്റ്റർ മഹർജാൻ ചാവക്കാട് 2024 എന്ന പേരിൽ മസ്കറ്റിലൊരുക്കിയ വിഷു, ഈദ്, ഈസ്റ്റർ മെഗാ ഉത്സവത്തിലാണ് വമ്പൻ വിലയിൽ ചക്ക ലേലമുറപ്പിച്ചത്. വേലൂരിലെ മുൻ CPM ലോക്കൽ സെക്രട്ടറിയും കാർഷികേതര സഹകരണ സംഘം സ്ഥാപക പ്രസിഡന്റുമായ PK ഹരികൃഷ്ണൻ മാസ്റ്ററുടെ 1ാം അനുസ്മരണം സംഘടിപ്പിച്ചു. വേലൂർ കിരാലൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓറിയന്റേഷൻ ക്യാമ്പ് നടത്തി. ആൽത്തറ സലഫി മസ്ജിദിൽ ഞായറാഴ്ച നടത്തിയ ക്യാമ്പ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.